ചേച്ചിയുടെ and പൊന്നു ചേച്ചി also known as കാർത്തിക് ചേച്ചിയുടെ. So first of all ഞാൻ മോഞ്ചുട്ടയെ so മോഞ്ചുട്ട actually ഖത്തറിൽ കുറേ വർഷം വർക്ക് ചെയ്തതാണ് and now ഇവിടെ മോഞ്ചുട്ടായി ലുലുമാളിൽ വർക്ക് ചെയ്യാണ്. So മോഞ്ചുട്ടയുടെ പപ്പ പപ്പ and ലാലുമമ്മി so എല്ലാ സ്ഥലങ്ങളും അതാണ് പപ്പയും മമ്മി and ഒരേ ഒരു അനിയനുള്ളൂ കുക്കു also known as Shindoman baby. He's currently in Bangalore നഴ്സിംഗ് കഴിഞ്ഞു. ആൻഡ് നെക്സ്റ്റ് നമ്മുടെ സ്വന്തം അമ്മച്ചിയുടെ എല്ലാവരുടെയും ഗ്രാൻഡ് മദർ. സോ ദിസ് ഇസ് മേരി തോമസ്. ഞങ്ങളുടെ ഇതാണ് ഞങ്ങളുടെ അമ്മച്ചി. ആൻഡ് ഞങ്ങളുടെ ചാച്ചി മറ്റത്തെ 18 വർഷമായി. നെക്സ്റ്റ് ഞങ്ങളുടെ പപ്പയുടെ മൂത്ത ചേട്ടനാണ് സാവു പപ്പ. സോ അതാണ് സാവു പപ്പ. ആൻഡ് സാവുപ്പയുടെ വൈഫ് ലവ്ലി മമ്മി. ആൻഡ് അവർക്ക് 2 പിള്ളേരാണുള്ളത്. മൂത്ത ചേട്ടൻ സോനു ചേട്ടായി സിംഗപ്പൂരിലാണ് വിത്ത് ഫാമിലി. ആൻഡ് ഇളയ ചേട്ടൻ സോബിൻ in Kuwait. Yeah. And next one is അടുത്തായി എൻ്റെ പപ്പയാണ്, അനിയൻ, ബേപ്പയുടെ അനിയനാണ്. സോ റെജി തോമസ് ആൻഡ് വൈഫ് ഡാലിയ റെജി. ആൻഡ് അവർക്ക് 4 പിള്ളേരാണുള്ളത്. ആയുർവേദം പഠിച്ചിട്ടിരിക്കുന്നു. ആൻഡ് ലാസ്റ്റ് വൺ നിതിൻ മോൻ റോജി. സോ ഇത്രയാണ്. പിന്നെ ലാസ്റ്റ് ആയിട്ട് വരുന്നത് ജോർജ് കുട്ടി തോമസ്, ഏറ്റവും ഇളയ അനിയനാണ്. ആൻഡ് വൈഫ് ഇസ് അനു ജോർജ് കുട്ടി. ഇത് പ്രസംഗം പറയാനൊന്നുമല്ല, ആൾക്കാരെ പരിചയപ്പെടുത്താനായിട്ടാണ്. ആദ്യമായിട്ട് എൻ്റെ അച്ഛനും അമ്മയും ഇവിടെ ഇല്ല, ഞങ്ങളുടെ ഇപ്പം ഞങ്ങളുടെ കൂടെ ഇല്ല. പിന്നെ ഞങ്ങളുടെ മൂത്ത ചേച്ചി ഇത് ഞങ്ങളുടെ അമ്മയുടെ ആങ്ങള തിരുവഞ്ചൂരാണ്. ആൻറ്റി അവിടെയുണ്ട്. ആൻറ്റിയുടെ മോനാണ് ജോർജ്. പിന്നെ 2 പിള്ളേരോടെ ഉണ്ട്. മിനിയുടെ ഹസ്ബൻഡ് ജെയിംസ്. ഒരു മോന് ഉണ്ട്, അവർ ഖത്തറിലാണ്. ഇത് മോള് പോകുന്നതാണ്. അവർക്ക് 3 പിള്ളേരുണ്ട്. ഹസ്ബൻഡ് ഖത്തറിലാണ്. പിന്നെ രണ്ടാമത്തെ രാജേച്ചി, മൂന്നാമത്തെ അനിച്ചേച്ചി അനി ചേച്ചിയുടെ ചേട്ടൻ സാബു ചേട്ടൻ സൗജന്യം വരുന്നുണ്ട്. ചേച്ചിയുടെ കസിൻ എന്ന് പറഞ്ഞാൽ മതി. ഇത് നമ്മുടെ വീട് പോലെ വിളിക്കുന്നത്. കയ്യിൽ വഴിയായിരുന്നു. പിന്നെ ടൈപ്പ് പഠിക്കാൻ പോയിട്ടുണ്ട്. അപ്പൻ്റെ ചേട്ടൻ്റെ ഏറ്റവും ഇളയ മോനെ പൊന്നിച്ചമ്മ എൽസിയമ്മ ജോളിപ്പപ്പയുടെ അനിയൻ എൻ്റെ അച്ഛൻ ഭാര്യ കൂട്ടുചേട്ടൻ ജോളിപ്പപ്പയുടെ ചേട്ടൻ കുടിച്ചേട്ടൻ. പിന്നെ ജോളിപ്പപ്പയുടെ ഏറ്റവും മൂത്ത ചേട്ടൻ്റെ ഏറ്റവും മൂത്ത ആൻറ്റി. പിന്നെ എൻ്റെ പ്രദേശം പിന്നെ ജോലിപ്പടെ മൂത്ത മോളുടെ അല്ല ചേച്ചിയുടെ മൂത്ത മോളുടെ ഏറ്റവും ഇളയ മോളെ വീഡിയോ എടുക്കുന്ന. പിന്നെ ആദ്യമായിട്ട് പിന്നെ വലിയവാപ്പൻ്റെ ചേട്ടൻ്റെ മോനാണ് ചാക്കോചാട്ടൻ്റെ ചേട്ടായി. പൊന്നു ചേച്ചിയുടെ മൂത്ത ചേച്ചിയുടെ ഭർത്താവിൻ്റെ അമ്മയാണ്
അമ്മ അപ്പം അമ്മയും അച്ഛനും തൊട്ട് മുകളിലാണ്. പിന്നെ അമ്മാവൻ ഒരമ്മാവൻ അമ്മായിയുണ്ട്, അമ്മായിക്ക് മോളുണ്ട്. ചേട്ടാ അവിടെ ഇരിപ്പുണ്ട്, ചേച്ചി ഇരിപ്പുണ്ട്. ആരും വിട്ടുപോയിട്ട് അവർ നന്നായി കഴിഞ്ഞാൽ നമ്മൾ തീരുമാനത്തിലെത്തിയിരിക്കുന്ന ഇതാണ്. 2026 ഒക്ടോബർ തീരുന്നതിന് മുമ്പായിട്ട് അയക്കില്ല. അറിയില്ല. എല്ലാവരും വർത്താനം നിർത്തിയാൽ മതി, അപ്പൊ ഇവിടെ പറഞ്ഞു കേൾക്കാം. ഇതാണ് കേൾക്കാമല്ലേ? നമ്മളിവിടെ ചോടിപ്പള്ളി അല്ലേ കല്യാണ ഉറപ്പിയിൽ നമ്മൾ ഫൈനലെടുത്തിരിക്കുകയാണ്. 2026 ഒക്ടോബർ തീരുന്നതിന് മുമ്പായിട്ട് നമ്മൾ കല്യാണം നടത്താം എന്നൊരു ധാരണയെടുത്തിരിക്കുന്നത്. ഡേറ്റ് ഒന്നും ഫൈനലൈസ് ചെയ്തിട്ടില്ല. ഡേറ്റ് ഒക്കെ നമുക്ക് പിന്നെ സമയത്ത് നമുക്ക് ചെയ്യാം. അതിന് മുമ്പായിട്ട് എന്തൊരു സാഹചര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ജൂലൈയിലോ അങ്ങനെ വല്ലതും നടത്താൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാനും മനസ്സിലൊരു ആലോചനയുണ്ട്. അതായത് എന്താ പറയുക, പപ്പായുടെ മൂത്തമോടെ വരവിൻ്റെ അനുസരിച്ച്. അപ്പോൾ അങ്ങനെ ഇനി ആർക്കും ഇത് സംശയം ചോദിക്കാനോ പറയാനാണെന്നുണ്ടെങ്കിൽ ചോദിക്കുക പറയുകയും ചെയ്യാം. ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മളത് ഫൈനലൈസ് ചെയ്യാണ്. ആർക്കൊന്നും പറയാനില്ലേ?